പോകുന്നു. മലക്കപ്പാറ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് യാത്ര തിരിച്ചുകൊണ്ട്. ഹലോ ഗൈസ്, ഞങ്ങളിന്ന് മലക്കപ്പാറ വാൽപ്പാറ റൂട്ടിൽ ട്രിപ്പ് പോയതിൻ്റെ വിശേഷങ്ങളാണ് ഷെയർ ചെയ്യുന്നത്. ആക്ച്വലി ഈ ഒരു സെയിം റൂട്ടിൽ ഞങ്ങളൊരു 2 years മുന്നേ ഒരു ട്രിപ്പ് പോയിട്ടുള്ളതാണ്. പക്ഷേ ഈ റൂട്ട് ഭയങ്കര രസമുള്ളതുകൊണ്ട് നമുക്ക് പിന്നെയും പോകാൻ തോന്നും. പിന്നത്തെ എൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് കാട്ടാനനെ കാണാൻ പറ്റണം എന്നുള്ളതാണ്. പക്ഷേ എൻ്റെ കൂടെയുള്ള പലരും ആനനെ കാണരുതേന്നാണ് ഇറങ്ങിയപ്പോൾ തൊട്ട് പ്രാർത്ഥിക്കുന്നത്. പക്ഷേ ആരുടെ പ്രാർത്ഥനയാണ് കേട്ടതെന്നുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ ഫുള്ള് കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ആർക്കാണ് ആനനെ കാണാൻ പേടിയുള്ളതെന്നുള്ളതും ഞാൻ വഴിയെ കാണിച്ചു തരാം. അങ്ങനെ മലയാറ്റൂർ ആതിരപ്പള്ളി റൂട്ടിൽ കുറച്ച് എത്തിയപ്പോൾ തന്നെ ഞങ്ങൾക്കൊരു മയിലിനെ കാണാൻ പറ്റി. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞങ്ങൾ പോയി കുറച്ച് എത്തിയപ്പോൾ തന്നെ എന്തോ ഭാഗ്യത്തിന് എനിക്ക് ആനേനെ കാണാൻ പറ്റി. പക്ഷേ ഈ ആനേനെ കണ്ടിട്ട് എനിക്കങ്ങ് ഭയങ്കര സന്തോഷമൊന്നും തോന്നിയില്ല. കാരണം ഈ ആന കുറച്ച് ദൂരെയായിട്ടായിരുന്നു നിന്നത്. പക്ഷെ ഞാൻ കാറിൽ നിന്ന് ഇറങ്ങി വീഡിയോ എടുത്തു. വേറെ ആരും കാറിൽ നിന്ന് ഇറങ്ങിയില്ല, ഞാൻ മാത്രം കാറിൽ നിന്ന് ഇറങ്ങിയുള്ളൂ. ഞാൻ മാത്രം കാറിൽ നിന്ന് ഇറങ്ങി ഞാൻ തന്നെ എടുത്ത വീഡിയോ ക്ലിപ്പാണ് നിങ്ങളിപ്പോൾ കണ്ടത്. പിന്നെ നമ്മൾ വെറ്റിലപ്പാറ എസ്റ്റേറ്റ് വഴി ട്രാവൽ ചെയ്ത് ചെന്നെത്തുന്നത് സിൽവർ സ്റ്റോമിൻ്റെ അവിടെ ആയിരിക്കും. അവിടെ എത്തിയപ്പോഴത്തേക്കും ഞങ്ങൾക്ക് വിശന്നു. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ചതിൻ്റെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല, വിശപ്പ് കാരണം. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഓരോ ഐസ്ക്രീമും കഴിച്ചു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു ഞങ്ങൾ ട്രാവൽ കണ്ടിന്യൂ ചെയ്തു. അതിനുശേഷം കുറച്ച് ട്രാവൽ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു സ്പോട്ട് പോലെ കാണാൻ പറ്റുന്നത് പെരിങ്ങൽകുത്ത് ഡാമിൻ്റെ റിസർവോയറാണ്. ആക്ച്വലി ഒരു ലോങ് ഡ്രൈവ് ചെയ്തതിന് ശേഷം എല്ലാവരും തന്നെ റിലാക്സ് ചെയ്യാൻ ഇറങ്ങുന്നൊരു സ്പോട്ടാണിത്. ഞങ്ങളും ഇതേപോലെ കുറച്ച് ടൈം അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷമാണ് തിരിച്ചു പോകുന്നത്. ഹെയ്സും ഹെയ്ഡും എല്ലാം കുറച്ച് നേരം വെള്ളത്തിൽ കളിച്ചു. ആക്ച്വലി ഹെയ്സുവിന് വെള്ളത്തിലിറങ്ങാൻ പേടിയാണ്. പിന്നെ ഹെയ്ഡും ഇറങ്ങുന്നത് കണ്ടിട്ടാണ് ഹെയ്സും ഇറങ്ങിയത്. ഞങ്ങളും അതേപോലെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തതിന് ശേഷമാണ് അവിടെ നിന്ന് പോകുന്നത്. ഹലോ ഗായ്സ്, ഞങ്ങൾ എവിടേക്കാണ് പോകുന്നതെന്നു? മലക്കപ്പാറ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് യാത്ര തിരിച്ചുകൊണ്ട്. ഇപ്പോൾ നിങ്ങൾ കണ്ടത് എവിടേക്കാണ് ട്രിപ്പ് പോണത് എന്ന് പോലും അറിയാതെ കാറിൽ കയറിയിരിക്കുന്ന ഷിലുവിനെയാണ്. ഇങ്ങനത്തെ ചില പ്രത്യേക കഴിവുകളൊക്കെ ഷിലുവിനുണ്ട്. എവിടോട്ടാണ് ട്രിപ്പ് പോണതെന്ന് അറിയാതെ ഷിലു ട്രിപ്പിന് വരും. അതേപോലെ എത്ര അടിപൊളി സിനിമയാണെങ്കിലും തിയേറ്ററിലിരുന്ന് ഷിലുവിന് ഉറങ്ങാൻ പറ്റും. ഇങ്ങനെ കുറച്ച് പ്രത്യേകതകളൊക്കെ ഉള്ള ആളാണ് ഷിലു. ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു ആനേനെ കാണരുതെന്ന് ഒരാൾ ഇറങ്ങിയപ്പോൾ തൊട്ട് പ്രാർത്ഥിക്കുകയെന്ന്. ആദ്യം ഷിലു തന്നെയാണ്. അങ്ങനെ കുറച്ച് പോയി കഴിയുമ്പോൾ നമുക്ക് അവിടെ കുറച്ച് ട്രൈബൽ വില്ലേജസ് ഒക്കെ കാണാൻ പറ്റും. അതിൻ്റെ അടുത്തായിട്ട് ഞങ്ങൾക്കൊരു ചായക്കടയും കാണാൻ പറ്റി. ഞങ്ങളും ഇതേപോലെ കുറേ ഡ്രൈവ് ചെയ്തതിൻ്റെ ക്ഷീണം മാറ്റാനായിട്ട് അവിടെ ഇറങ്ങി ഒരു ചായ കുടിച്ചിട്ടാണ് പോയത്. നമ്മുടെ നാട്ടിലെ കുടുംബശ്രീ പോലത്തെ ഇവിടുത്തെ ഒരു ഗ്രൂപ്പാണ് വനശ്രീ. അവരുടെ ഒരു ചായക്കടയായിരുന്നു അത്. അവിടുത്തെ പഴംപൊരി കൊള്ളായിരുന്നു. അങ്ങനെ മലക്കപ്പാറ തേയിലത്തോട്ടത്തിൻ്റെ സൈഡൊക്കെ എത്തിയപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ആ സൺസെറ്റ് വ്യൂ കാണാൻ പറ്റി. നല്ല ഭംഗിയുണ്ടായിരുന്നു തേയിലത്തോട്ടത്തിൻ്റെ ഒരു സൺസെറ്റ് വ്യൂ കാണാനായിട്ട്. അന്നേരത്തേക്കും അത്യാവശ്യം കുറച്ച് തണുപ്പൊക്കെ ആയി തുടങ്ങിയിരുന്നു. അപ്പോൾ തണുപ്പാകുമ്പോൾ നമുക്ക് നോർമലി വീണ്ടും ഒരു ചായ കുടിക്കാൻ തോന്നുമല്ലോ. അങ്ങനെ ഞങ്ങൾ വീണ്ടും അവിടെ ഒരു ചായക്കടയിൽ നിന്ന് ചായ കുടിച്ചു. ഇപ്പം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ഇവർ ചായ കുടിക്കാൻ വേണ്ടിയിട്ടാണോ ട്രിപ്പ് പോണേന്നുള്ളത്. സത്യത്തിൽ അങ്ങനെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് മൂന്നാർ വരെയൊക്കെ പോകുന്ന ടീമാണ് ഞങ്ങൾ. ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തൊട്ട് നമ്മൾ ആലോചിക്കുന്നൊരു കാര്യമാണ് ഇന്നിനിപ്പോൾ തിരിച്ച് വീട്ടിൽ പോകണോ വേണ്ടയോ എന്നുള്ളത്. ഇനിയിപ്പോൾ തിരിച്ച് വീട്ടിൽ പോയാൽ തന്നെ വെളുപ്പിനെയാവും എത്തുമ്പോഴത്തേക്കും. പിന്നെ ഇവിടെയുള്ള എല്ലാവരും തന്നെ പറഞ്ഞു പൊള്ളാച്ചി വഴിയാണ് പോകുന്നതെങ്കിൽ കൂടി അവിടെയെല്ലാം ആന ഇറങ്ങാനുള്ള ചാൻസ് ഉണ്ട്. സോ രാത്രി ട്രാവൽ ചെയ്യുന്നത് റിസ്ക് ആയിരിക്കുമെന്ന്. പോകുന്ന വഴിക്ക് നമുക്ക് ഷോളയാർ ഡാമിൻ്റെ ഈ ഒരു വ്യൂ ഒക്കെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ സ്റ്റേ ചെയ്യാനുള്ള രീതിയിലല്ല ആക്ച്വലി വന്നത്. ഞാനും ബിബിലൊന്നും എക്സ്ട്രാ പെയർ ഓഫ് ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഷിലുവിന് എങ്ങോട്ടാണ് ട്രിപ്പ് എന്ന് അറിയില്ലെങ്കിൽ കൂടി ഷിലു ഒരാഴ്ചത്തേക്കുള്ള ഡ്രസ്സായിട്ടാണ് വന്നത്. ജിനോയും എക്സ്ട്രാ പെയർ ഓഫ് ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫൈനലി ഡിസൈഡ് ചെയ്തു ഇന്നിനി ഇവിടെ തന്നെ സ്റ്റേ ചെയ്യാം. പിന്നെ നിൽക്കാൻ തീരുമാനിച്ചതിൻ്റെ വേറൊരു കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വാൽപ്പാറ പോയില്ലായിരുന്നു. നമ്മൾ ലാസ്റ്റ് ടൈം വന്നപ്പോഴും വാൽപ്പാറ പോകാൻ പറ്റിയില്ല. അപ്പോൾ എന്താണെങ്കിലും നാളെ ഇവിടെ നിന്ന് വാൽപ്പാറയും കൂടി കണ്ടിട്ട് തിരിച്ച് വീട്ടിൽ പോകാമെന്നുള്ള രീതിയിൽ ഞങ്ങൾ ലാസ്റ്റ് തീരുമാനമാക്കി. ഞാനപ്പോൾ ഈ ഒരു വീഡിയോയും ഇവിടെ എൻഡ് ചെയ്യാൻ പോവാണ്. നെക്സ്റ്റ് വീഡിയോയിലായിരിക്കും നമ്മൾ വാൽപ്പാറ, ചിന്നാർ, മറയൂർ, മൂന്നാർ ആ ഒരു റൂട്ട് ത്രൂ വീട്ടിൽ പോണത് കാണിക്കുന്നത്.
നെക്സ്റ്റ് വീഡിയോയിൽ തന്നെ ആയിരിക്കും നമ്മളിനി കാട്ടാനേനെ കണ്ടോ എന്നുള്ള ഒരു ഇതും കാണിക്കാൻ പോകുന്നത്. പിന്നെ നമ്മൾ റൂമൊക്കെ കണ്ടുപിടിച്ച് റൂമിലോട്ട് പോണ വഴി ഇങ്ങനെ ഒരു മാനിനെയൊക്കെ കണ്ടു കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായി കാണുന്നത് വരേക്കും ബൈ.